ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। कृष्णो रक्षतु मां चराचरगुरु कृष्णं नमस्ये सदा। कृष्णेनैव सुरक्षितोऽहमसकृत् कृष्णाय दत्तं मनः। कृष्णादेव समुद्भवो मम विभो कृष्णस्य दासोऽस्म्यहं। कृष्णे भक्तिरजञ्जलोऽस्तु भगवन् हे कृष्ण तुभ्यं नमः। पीताम्बरं करविराजितचक्रशङ्खकौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। श्रीवासुदेवमनिशं हृदि भावयामि. ശ്രീമന്നാരായണീയം 51-ാം ദശകം. ഓം നമോ നാരായണായ. കഥാജനം വ്രജശിശുഭിः സമം ഭവൻ വനാശനെ വിഹിതമതിപ്രകേതരാം സമാവൃതോ ബഹുധരവത്സമണ്ഡലൈ സമേ സതേ മനേർനിരഗമദീശജയമനൈः വിനിര്യതസ്തവ ചരണാംബുജദ്വയാദുദഞ്ജിതം ത്രിഭുവനപാവനം രജ മഹർഷയഃ പുളകധരൈ കളേബരൈ ഉദൂഹിരേ ധൃതഭവദീക്ഷണോത്സവാ പ്രചാരയത്യവിരളശാദ്വലേ തലേ പശൂൻ വിഭോ ഭവതി സമം കുമാരകൈः ആഘാസുരോ നരുണദഘായ വർത്തനീം ഭയാനകഃ സപദി ശയാനകാകൃതി മഹാചലപ്രതിമതനോർഗുഹാനിഭപ്രസാരിതപ്രഥിതമുഖസ്യ കാനനെ മുഖോദരം വിഹരണകൗതുകാൽഗതാ കുമാരകാ കിമപി വിദൂരകേ ത്വയി പ്രമാദതഃ പ്രവിശതി പന്നഗോദരം ക്വധദ്ദനോ പശുപകുലേ സവാത്സകേ വിദന്നിദം ത്വമപി വിവേശിതഃ പ്രഭോ സുഹൃജ്ജനം വിശരണമാശുരക്ഷിതം ഗളോദരേ വിപുലിതവഷ്മണോ ത്വയാ മഹോരഗേ ലുഠതി നിരുദ്ധമാരുതേ ദ്രുതം ഭവാൻ വിദലിതകണ്ഠമണ്ഡലോ വിമോചയൻ പശുപശൂൻ വിനിര്യയോ ക്ഷണം ദിവി തദുപഗമാർത്ഥമാസ്ഥിതം മഹാസുരപ്രഭവമഹോ മഹോമഹൽ വിനിർഗതേ ത്വയി തു നിലീനമഞ്ജസാ നഭസ്ഥലേ നതൃതുരഥോ ജുഗുസ്സരാ സവിസ്മയൈ കമലഭവാദിഭിः സുരൈः അനുദ്രുതസ്തദനുഗതഃ കുമാരകൈः ദിനേ പുനസ്തരുണദശാമുപേയുഷി സ്വകൈർഭവാ നതനുദഭോജനോത്സവം വിഷാണികാമപി മുരളിം നിതംബകേ നിവേശയൻ കബളധരഃ കരാംബുജേ പ്രഹാസയൻ കളവചനൈ കുമാരകൻ ബുഭോജിതത്രിദശഗണൈർമുദാനുദാ സുഖാശനം തിഹ തവ ഗോപമണ്ഡലേ മഖാശനാൽ പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുതത്രിദശവരൈർജഗൽപദേ മരുൽപുരീ നിലയഗദാൽ പ്രപാഹി മാം. ഹരി ഓം തസ്സൽ.
നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദർഹാസം പാതാലേ സുമനിശം ഹൃദി ഭാവയാമി. മഹദേവാസുദേവായ ശ്രീമന്നാരായണീയം ദശകം 51 അഘാസുരവധവും വനഭോജനവും. കഥാചനമ്രജശിശുഭിസ്തുമം ഭവാൻ അനാസനെ വിഹിതമതിപ്രകേതരാം സമാവൃതോ ബഹുധരവത്സമണ്ഡലേ സദേവനേർ നിരഗമദീശ ജയമനേ. എല്ലാവരെയും നിയന്ത്രിക്കാൻ ശക്തിയുള്ള ഗുരുവായൂരപ്പ, ഒരു ദിവസം ഗോപബാലന്മാരോടുകൂടി അവിടുന്ന് ഭക്ഷണം കാട്ടിൽ വെച്ചാകാമെന്ന് കരുതി ചുറ്റും വളരെയേറെ പശുക്കിടാങ്ങളുമായി ചോറും കറികളും എടുത്ത് അതിരാവിലെ പുറപ്പെട്ടു പോകുമ്പോൾ നിന്ദിരയുടെ പാതാരവിന്ദങ്ങളിൽ നിന്നും പൊങ്ങി 3 ലോകവും പരിശുദ്ധമാക്കുന്ന പൊടി മഹർഷിമാർ അവിടുത്തെ കണ്ട് പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് രോമാഞ്ചമണിഞ്ഞ ശരീരങ്ങളിൽ ഏറ്റു. സർവവ്യാപിയായ ഭഗവാനെ അവിടുന്ന് ധാരാളം പുല്ലുള്ള സ്ഥലത്ത് ഗോപകുമാരന്മാരോടുകൂടി പശുക്കിടാങ്ങളെ മേച്ചു നടക്കുമ്പോൾ ഭയങ്കരനായ അഘാസുരൻ പെരുമ്പാമ്പിന്റെ രൂപം ധരിച്ച് പാപം ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് വഴി തടഞ്ഞു. നിന്ദിരൊഴി കുറച്ചകലെയായിരിക്കെ കളിക്കുവാനുള്ള കൗതുകത്താൽ ഗോപകുമാരന്മാർ കാട്ടിൽ വലിയ മലയോടൊത്ത ശരീരവും ഗുഹ പോലെ വലുതാക്കിയ വായുമുള്ള ഒരു പെരുമ്പാമ്പിന്റെ വായിലേക്ക് കടന്നു. ഗോപകുമാരന്മാരും പശുക്കിടാങ്ങളും ആലോചന കൂടാതെ പെരുമ്പാമ്പിന്റെ അകത്ത് കടന്ന് ദേഹം ചൂടേറ്റ് വെന്തു തുടങ്ങിയപ്പോൾ ഭഗവാനെ നിന്ദിരൊഴിയും ഇതറിഞ്ഞ് തുണയില്ലാത്ത കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി വേഗത്തിൽ കടന്നു ചെന്നു അഘാസുരനെ വീർപ്പുമുട്ടിച്ച് കൊല്ലുന്നു. കഴുത്തിനുള്ളിൽ നിന്ദിരൊഴി തന്റെ ദേഹം വലുതാക്കി ശ്വാസം മുട്ടിക്കുകയാൽ പെരുമ്പാമ്പ് കിടന്ന് പിടയാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് വേഗത്തിൽ അവന്റെ കഴുത്ത് പിളർന്ന് ഗോപകുമാരന്മാരെയും പശുക്കുട്ടികളെയും പുറത്തേക്ക് അയച്ച് പുറത്തു കടന്നു. അഘാസുരനിൽ നിന്നും പൊങ്ങിയ വലിയ തേജസ്സാകട്ടെ നിന്ദിരൊഴിയിൽ വന്നുചേരാൻ കുറച്ചുനേരം ആകാശത്തിൽ കാത്തുനിന്ന് പുറത്തുവന്ന നിന്ദിരൊഴിയിൽ ഉടനെ ലയിച്ചു. ആശ്ചര്യം! അനന്തരം ആകാശത്തിൽ ദേവന്മാർ നൃത്തം വയ്ക്കുകയും പാടുകയും ചെയ്തു. അനന്തരം അത്ഭുതപ്പെട്ട ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരാൽ പിന്തുടരപ്പെട്ടുകൊണ്ട് ഗോപകുമാരന്മാരോട് കൂടി പോയ അവിടുന്ന് പിന്നെ നേരം ഉച്ചയായപ്പോൾ തന്റെ കൂട്ടുകാരോടൊത്തുകൂടി സുഖമായി ഊണ് കഴിച്ചു. കൊമ്പും ഓടക്കോലും അരയിൽ തിരികെ കയ്യിൽ ചോറും ഉരുളയും എടുത്ത് മധുരങ്ങളായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഗോപകുമാരന്മാരെ ചിരിപ്പിട്ടിട്ടുകൊണ്ട് ഇന്ദ്രയോടെ ഊണ് കഴിച്ചു. അപ്പോൾ ദേവന്മാർ സന്തോഷത്തോടുകൂടി ഇന്ദ്രയോടെ സ്തുതിച്ചു. സുഖാസനം ദിഹതവ ഗോപമണ്ഡലേ മഹാസനാൽ പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുതസ്ത്രിദശവരേർ ജഗൽപദേ മരുൾപുരീ നിലയ ഗദാൽ പ്രഭാഹിമാം. ഇവിടെ ഗോപന്മാരുടെ നടുവിലിരുന്നുകൊണ്ടുള്ള ഇന്ദ്രയുടെ സുഖഭക്ഷണമാകട്ടെ ദേവന്മാരുടെ ഇടയിലിരുന്നുകൊണ്ടുള്ള യജ്ഞഭക്ഷണത്തേക്കാൾ അധികം ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്നിപ്രകാരം ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട ഇന്ദ്രൊഴി ലോകനാഥ ഗുരുവായൂരപ്പ എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ. ഇതോടുകൂടി ഈ ദശകം അവസാനിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.